വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് ജനകീയ തിരച്ചിൽ നടക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. പ്രധാന മേഖലകളിലെല്ലാം തിരച്ചിൽ നടന്നതാണെങ്കിലും ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തിരച്ചിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ 6 മേഖലകളാക്കി തിരിച്ചാകും തിരച്ചിൽ നടത്തുന്നതും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്നെത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ കേരളത്തിലെ പ്രതിനിധികളും സംഘത്തെ അനുഗമിക്കും. വൈകിട്ട് 3:30 SKMJ സ്കൂളിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നുണ്ട്. 4 മണിയോടെ ജില്ലയിൽ നിന്ന് മടങ്ങും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അനധികൃത ഖനനവും പ്രളയവും അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി വ്യക്തമാക്കിയിരുന്നു. മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ജസ്റ്റിസുമാരുമായ ജയശങ്കർ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഗാഡ്ഗിൽ കസ്തൂരിങ്കൽ റിപ്പോർട്ടുകളും കോടതി പരിഗണിക്കുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് 225 മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മേപ്പാടിയിൽ നിന്ന് 148ഉം നിലമ്പൂരിൽ നിന്ന് 77 മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചത്. ഇതിനു പുറമെ വിവിധയിടങ്ങളിൽ നിന്നായി മേപ്പാടിയിൽ നിന്നും 30ഉം നിലമ്പൂരിൽ നിന്നും 165 എന്നിങ്ങനെ 195 ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ 90% അതിനു മുകളിലോ ഉണ്ടെങ്കിൽ ഒരു മൃതദേഹവുമായി കണക്കാക്കാമെന്നാണ് രീതി. 90% കുറഞ്ഞതാണെങ്കിൽ അതിനെ ശരീരഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ ശരീരഭാഗങ്ങളെയും തിരിച്ചറിയുന്നതുൾപ്പെടെയുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം മുഴുവനും വന്ന ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാനാവൂ എന്നും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം പ്രദേശത്ത് നിന്ന് കാണാതായ 131 പേരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സംഭവിച്ച മേഖലയിൽ മേപ്പടി 14 ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 641 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 735 പുരുഷന്മാരും 743 സ്ത്രീകളും 464 കുട്ടികളും അടക്കം 1942 പേരാണ് ഉള്ളത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖല നാളെ സന്ദർശിക്കും. പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന സാഹചര്യത്തിൽ വയനാടിന് കൂടുതൽ സഹായം ലഭിക്കുമെന്നാണ് വലിയൊരു പ്രതീക്ഷ. വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അറിയിച്ചിട്ടുമുണ്ട്. വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ നിന്ന് നിരവധി സഹായങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ചിരഞ്ജീവി ചെയ്ത സഹായമാണ് ഇപ്പോൾ വൈറലാകുന്നത്. രാംചരനും ചിരഞ്ജീവിയും ചേർന്ന് 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നേരിട്ടെത്തിയാണ് ചിരഞ്ജീവി പണം കൈമാറിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാടിനുള്ള സഹായം ചിരഞ്ജീവി പ്രഖ്യാപിച്ചിരുന്നത്. ഔദ്യോഗിക X അക്കൗണ്ടിലൂടെയാണ് ചിരഞ്ജീവിയുടെ ഈ ഒരു പ്രതികരണം. പ്രകൃതിക്ഷോഭം മൂലം കേരളത്തിലുണ്ടായ നാശത്തിനും 100 കണക്കിന് വിലയേറിയ ജീവനുകളുടെ നഷ്ടത്തിനും അഗാധമായ വിഷമമുണ്ടെന്നും ചിരഞ്ജീവി കുറിച്ചിരുന്നു. വയനാട്ടിൽ ദുരന്തത്തിനിരയായവരുടെ വിഷമത്തിനൊപ്പം ചേരുന്നുവെന്നും വേദനിപ്പിക്കുന്ന എല്ലാവരുടെയും സുഖപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും ചിരഞ്ജീവി കൂട്ടിച്ചേർന്നിരുന്നു.